Hey guys, not every day needs a plan. Some days are meant to be simply flow. ഇന്നത്തെ ദിവസം രാവിലെ ഞങ്ങൾ രണ്ടാളും എണീറ്റത് ഏകദേശം ഒരു 11 മണിയൊക്കെ ആയപ്പോഴാണ്. എണീറ്റ് എന്തൊക്കെയോ ചെയ്തിങ്ങനെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന്. ഇപ്പോൾ ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ ഡെലിവറി ബോയ് വന്നത്. ഏട്ടൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് എന്തോ ഒരു സാധനം ഓർഡർ ആക്കിയിട്ടുണ്ട്. അതുമായിട്ടാണ് കക്ഷി വന്നത്. ഇത്ര വൈകി എഴുന്നേറ്റത് കൊണ്ടാവണം. കാര്യമായിട്ട് ഇപ്പോഴും വിശപ്പൊന്നും ആയിട്ടില്ല. എന്തു തോന്നിയിട്ടാണോ എന്തോ ഏട്ടൻ തെക്കോട്ടും വടക്കോട്ടും ചുമ്മാ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് 1 മണിക്ക് ഇളം വെയിൽ കൊള്ളുന്ന പരിപാടിയാണോ ആൾ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല. ആ, അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ. ഇന്ന് അമ്മയും അച്ഛനും കുഞ്ഞമ്മയും പിന്നെ അമ്മയുടെ കുറച്ച് ഫ്രണ്ട്സും ഫാമിലിയും കൂടെ ചേർന്ന് ഇന്ന് വൈകുന്നേരത്തെ ട്രെയിന് തഞ്ചാവൂർക്ക് പോകാൻ പ്ലാൻ ഇട്ടേക്കാണ്. അവരെ ഇന്നാക്കാനായിട്ട് നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോകേണ്ട ആവശ്യമുണ്ട്. സോ അതിനു മുമ്പ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും തട്ടിക്കൂട്ടി കഴിച്ചിട്ട് മെല്ലെ റെഡി ആവാം. ബ്രേക്ക്ഫാസ്റ്റ് ആണോ ലഞ്ചാണോ എന്താണെങ്കിലും ദോശ കഴിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ലേശം മധുരം കഴിക്കാൻ തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ റെഡിയായി. നമുക്ക് ആദ്യമേ ട്രെൻഡ്സിലേക്ക് പോകണം. ഏട്ടൻ്റെ ബർത്ത്ഡേക്ക് കൊടുത്തൊരു ഷർട്ട് നമുക്ക് മാറ്റിയെടുക്കാനുണ്ട്. ഇന്നലെ ഷർട്ട് മാറ്റിയെടുക്കാൻ വേണ്ടി വന്നപ്പോൾ കയ്യിൽ ബില്ല് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഇഷ്ടപ്പെട്ട ഒരെണ്ണം നോക്കി വെച്ചിട്ടാണ് പോയത്. ദേ ആ അറ്റത്ത് കാണുന്ന പേസ്റ്റൽ ബ്ലൂ ഷർട്ടില്ലേ, അതാണ് നമ്മൾ നോക്കി വെച്ചത്. ഇട്ട് നോക്കിയപ്പോൾ നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് വന്നപ്പോഴത്തേക്കും ഏട്ടൻ്റെ സൈസിനുള്ളത് പോയിട്ടുണ്ട്. കാത്തിരുന്ന ബസ് കിട്ടിയില്ലെങ്കിൽ പിന്നെന്താ അല്ലേ ചെയ്യാൻ പറ്റുക. കിട്ടിയ ബസ്സിൽ കയറി വീട്ടിലെത്തുക. അപ്പോൾ ഷർട്ട് വിട്ടിട്ട് നമ്മൾ നേരെ ടീഷർട്ട്സിൻ്റെ സെക്ഷനിലേക്ക് പോയി. ടീഷർട്ട്സിന് അത്യാവശ്യം ഓഫേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അങ്ങനെ ഒരു ഷർട്ട് കൊടുത്തിട്ട് 2 ടീഷർട്ടും ഒരു ഷർട്ടും വാങ്ങിച്ചു. പിന്നെ ഞാൻ ലേഡീസിൻ്റെ സെക്ഷനിൽ നിന്ന് ഈ ഒരു കുർത്ത എൻ്റെ കുഞ്ഞമ്മയ്ക്ക് വേണ്ടിയിട്ട് ഗിഫ്റ്റായിട്ട് വാങ്ങിച്ചു. ഈ കളറ് കുഞ്ഞമ്മയ്ക്ക് നന്നായിട്ട് ചേരും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞാൻ അങ്ങനെ ഇതെടുത്തു. എരമല്ലൂർ ട്രെൻഡ്സിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെയാണ് ബിഗ് ഓവൻ ബേക്കേഴ്സ് ഉള്ളത്. ഒരു ബർഗറും ചായയും ഏട്ടനകത്താക്കി ഞാനൊരു അവക്കാഡോ ഷേക്കും കുടിച്ചു. ഇനി നമ്മൾ ഇവിടുന്ന് നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. അമ്മ ഇതിനോടകം തന്നെ ഒരു 2-3 തവണ വിളിച്ചിട്ടുണ്ട്. വീട്ടിൽ കിരൺ മാമനും ഫാമിലിയും ഗസ്റ്റായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരെയും കൂടെ നമുക്കൊന്ന് കാണണം. കിരൺ മാമൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ കസിനാണ്. ഇതിനു മുന്നേ ഒരു കല്യാണ വ്ലോഗിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കുട്ടിരാമനെ കുറിച്ച്. അവനും ഫാമിലിയുമാണ് ആക്ച്വലി വന്നിട്ടുള്ളത്. അങ്ങനെ എൻ്റെ വീട് എത്താറായി. ദേ ആ കാണുന്നത് അന്ധകാരനടി ലൈറ്റ് ഹൗസ് ആണ് കേട്ടോ. ഇതിനടുത്താണ് എൻ്റെ വീട്. അങ്ങനെ നമ്മൾ ഫൈനലി വീട്ടിലെത്തി. വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു അമ്പലമാണ് കേട്ടോ ആ കാണുന്നത്. എല്ലാവരുമായിട്ടും വർത്തമാനം പറഞ്ഞിരുന്നെങ്കിലും വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഒരു ഫോട്ടോ മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. കിരൺമാമനും ഫാമിലി ഇറങ്ങിയതിന് തൊട്ട് പിന്നാലെ തന്നെ നമ്മുടെ തഞ്ചാവൂർ ടീംസിനെ യാത്രയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നു. ട്രിപ്പ് പോകുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് 3 പേരിലും നന്നായിട്ട് കാണുന്നുണ്ട്. അതിലൊരു ലേശം അധികം എൻ്റെ അമ്മയ്ക്ക് തന്നെയാണെന്നാണ് തോന്നുന്നത്. അങ്ങനെ ഫൈനലി അച്ഛനെ അമ്മേനെയൊക്കെ യാത്രയാക്കി നമ്മൾ നേരെ വീട്ടിലേക്ക് പോന്നു. ഡിന്നർ നമ്മൾ അങ്ങനെ നേരത്തെ തന്നെ കഴിച്ചു. ഇനി നാളത്തേക്കുള്ള ചിക്കൻ കറി ഞാൻ ഇന്ന് രാത്രി തന്നെ ഉണ്ടാക്കി വെക്കുകയാണ്. നാളത്തെ ദിവസം കുറച്ച് ബിസിയാണ്. അപ്പോൾ അത് ഇന്നേ പ്ലാൻ ചെയ്ത് വെക്കുവാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കുമല്ലോ. സോ ഇന്നത്തെ ദിവസം ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ് ടു ഒരു ആഫ്റ്റർനൂൺ വരെ വളരെ സ്ലോ ആയിരുന്നു. പിന്നീടുള്ള സമയം പോയത് എങ്ങനെയാണെന്ന് പോലും അറിയില്ല. ഇപ്പോൾ ദേ രാത്രി ആയിട്ടുണ്ട്. സോ ഇതാണ് ഞാൻ നമ്മുടെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ കാര്യം. നമ്മുടെ എല്ലാ ദിവസവും പ്ലാൻഡ് ആയിട്ടിരിക്കണം എന്നൊന്നും യാതൊരു നിർബന്ധവും ഇല്ല. സോ ഇന്നത്തെ വീഡിയോ അവസാനിക്കുമ്പോൾ ഹോപ്പ് യു ഓൾ എൻജോയ്ഡ് മൈ ഇംപെർഫെക്റ്റ് ആൻഡ് അൺസർട്ടൻ ഡേ ജസ്റ്റ് ലൈക്ക് ഐ ഡിഡ്. ഓക്കെ, ബൈ.